എൻ്റെ പേര് ബിജുകുമാർ എന്നാണ്. ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. എൻ്റെ അമ്മയുടെ പേര് രാജമ്മ എന്നാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മുട്ടുവേദന മൂലം നടക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നപ്പോഴാണ് ഇവിടെ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉണ്ടെന്നറിഞ്ഞതും മിടുക്കനായിട്ടുള്ള ഒരു ഡോക്ടർ ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ടെന്നും അറിഞ്ഞത്. അങ്ങനെയാണ് ഇവിടെ വന്ന് 2 മാസം മുമ്പ് ഇവിടെ വന്ന് അഡ്മിറ്റ് ആവുകയും ടെസ്റ്റുകളെല്ലാം നടത്തിയതിന് ശേഷം ഡോക്ടർ ഏറ്റെടുത്ത് വളരെ കൃത്യമായി ഡോക്ടർ പരിശോധിച്ച ശേഷം മുട്ടുമാറ്റുക ശസ്ത്രക്രിയയ്ക്ക് നടത്തണമെന്ന് തീരുമാനിച്ച് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിറ്റായി ഡോക്ടർ വളരെ കൃത്യമായി തന്നെ പരിപാലനം നടത്തി ശസ്ത്രക്രിയ കഴിഞ്ഞു. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ രണ്ടാം ദിവസം ആ ദിവസം ഐ സിയുവിൽ കഴിഞ്ഞ് 2-ാം ദിവസം നടത്തിച്ചിട്ടാണ് ഡോക്ടർ നമ്മളെ ഇവിടുന്ന് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വിട്ടിട്ടുള്ളത്. ഇപ്പോൾ 2 മാസം പൂർത്തീകരിക്കുമ്പോൾ ചെറിയ വേദന മാത്രമേ നിലവിലിപ്പോൾ ഉള്ളൂ. വളരെ കൃത്യമായി തന്നെ ഡോക്ടർ അതിൻ്റെ മരുന്നുകളും ഡോക്ടറുടെ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അടക്കം കൃത്യമായി തന്നെ അമ്മ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ആഹാരം അടക്കം കൃത്യമായി തന്നെ അത് നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായി നടക്കും സ്റ്റെപ്പ് കയറാൻ വരെ പ്രാപ്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോഴും അത്തരത്തിലേക്ക് ഒരു തരത്തിൽ ഞങ്ങളിങ്ങനെ മാറും എന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല. എത്ര പ്രായമുണ്ടായിട്ട് പോലും ആ ഡോക്ടറുടെ മിടുക്കും അമ്മയുടെ കോൺഫിഡൻസും കൃത്യമായിട്ട് അതിനകത്ത് പ്രതിഫലിച്ചതിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ ആ പ്രവീൺ അലക്സ് എന്ന് പറയുന്ന ആ ഡോക്ടറെ ഇപ്പോൾ ഒരു ദൈവതുല്യനായിട്ടാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം വളരെ മിടുക്കനായി വളരെ ആശങ്കയോടുകൂടി വന്നെങ്കിൽ പോലും വളരെ സന്തോഷത്തോടുകൂടി ഇപ്പോൾ പോകുന്ന ഈ ഡോക്ടർ കൊള്ളാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് എസ് മനോജ് ആണ് എനിക്ക് ഈ പേര് നിർദ്ദേശിച്ചു തന്നത്. ഇപ്പോൾ CPM പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് എസ് മനോജാണ് ഇവിടെ ഇങ്ങനെ ഡോക്ടർ ഉണ്ടെന്നും കുഴപ്പമില്ല അദ്ദേഹത്തെ പോയി കാണുന്നതിന് വേണ്ടിയിട്ടും ജൂഡ് ഡോക്ടറുമായി ബന്ധപ്പെടുകയും ജൂഡ് ഡോക്ടറാണ് പറഞ്ഞത് ഇദ്ദേഹത്തെ കണ്ട് ഒരു കുഴപ്പമില്ല ചെയ്യാൻ നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇതുവരെ എത്തിച്ചേർന്നിട്ടുള്ളത്.